Bloody Mary, Bloody Mary. ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. ഇങ്ങനെ 3 തവണ വിളിച്ചാൽ അവൾ പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഒരുപക്ഷെ അവൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും വിശ്വസിക്കാനാവാത്ത ചില കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പണ്ടുകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസമായിരുന്നു ബ്ലഡി മേരിയുടെ ഈ കഥ. എന്നാൽ ഈ ബ്ലഡി മേരി ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഇടയിൽ അതൊരു കൗതുകത്തോടെയുള്ള ഒരു ഗെയിമായി മാറിയിരിക്കുന്നു. ആരെങ്കിലും ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവർ ബ്ലഡി മേരിയെ വിളിച്ചു വരുത്താനായി ശ്രമിക്കും. അതിനുവേണ്ടി ഒരു കണ്ണാടിയിൽ നോക്കി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി എന്ന് 3 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവൾ പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് മുന്നേ എവിടെയോ ഒരു ബുക്കിൽ വായിച്ച ഒരു കഥ മാത്രമാണ്. പിന്നീട് ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ബ്ലഡി മേരിയുടെ ചരിത്രവും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ചരിത്രമൊക്കെ നിലനിന്നിട്ടും നമുക്കിടയിലുള്ള ചില സുഹൃത്തുക്കൾ ഈ ഗെയിം കളിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങളും ചില സംഭവങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ഈ കഥ. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരേ വൈബുള്ള 4 സുഹൃത്തുക്കൾ കൂടി ചേർന്നാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം എല്ലാവരും ഒരേ തരത്തിലുള്ള ചിന്താഗതിയും ഒരേ തരത്തിലുള്ള മനസ്സും ഉള്ളവരായതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സമയത്ത് അവിടെ സംഭവിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാവരും കളിച്ചിട്ടുണ്ടാവാം ഓജോ ബോർഡ്, അതുപോലെ ഈ പറഞ്ഞ ബ്ലഡി മേരിയൊക്കെ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ പലപ്പോഴായി ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കൊരിക്കൽ പോലും ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ പലപ്പോഴും ഇതൊക്കെ കളിച്ചതിന് ശേഷം നമ്മളോട് എല്ലാവരും പറയാറുണ്ട് ഇത്തരത്തിലുള്ള കളികളൊന്നും ഒരിക്കലും കളിക്കരുതെന്ന്. അത് ഒരുപക്ഷെ നമുക്ക് ആത്മാക്കളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും മാനസികപരമായി ചില പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് അതിര് കടന്ന ഒരു കളിയായി പോയി. ഊട്ടിയിൽ പഠിക്കുന്ന ആയിഷ എന്ന് പറഞ്ഞ 20 വയസ്സുള്ള ഈ യുവതിക്ക് അന്ന് ഊട്ടി കോൺവെന്റിൽ അവരെല്ലാവരും കൂടി ചെയ്ത ഒരു ഗെയിമായിരുന്നു ഈ ബ്ലഡി മേരിയെ വിളിച്ചു വരുത്തുന്നത്. എന്നാൽ അന്നത്തെ രാത്രി അവർ ഈ ബ്ലഡി മേരിയെ വിളിച്ചു വരുത്തിയതിനു ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് കൂടുതലായിട്ട് പറയാനുള്ളത്. ഞാനീ പറയുന്ന ആയിഷ അവരുടെ 3 സുഹൃത്തുക്കളും എന്നും ഒരേ തരത്തിൽ ചിന്താശക്തിയുള്ളവരാണ്. എന്നാൽ അവരിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം പാരാനോർമൽ ആക്ടിവിറ്റികളെ കുറിച്ചാണ്. അതായത് അമാനുഷികമായ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ പ്രേതാത്മാക്കളെക്കുറിച്ചുമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ് സമയം കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റലിൽ അവർക്ക് ഒരു ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അവർ ആദ്യം തന്നെ സംസാരിക്കാൻ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ചില അമാനുഷികമായ കഥകളെക്കുറിച്ചും അതുപോലെ പുസ്തകങ്ങളിൽ വായിച്ച ചില അന്ധവിശ്വാസങ്ങളുടെ കഥകളുമാണ് അവർക്ക് ഏറെ പറയാനുണ്ടാവുക. അവർ താമസിക്കുന്ന ഈ ഹോസ്റ്റൽ കോൺവെന്റിൽ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. പണ്ട് ഒരിക്കൽ ഇവർ ഓജോ ബോർഡ് കളിച്ചതിനെ തുടർന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ അവരെ ഒന്ന് വാൺ ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള കളികളൊന്നും ഒരിക്കലും കളിക്കരുതെന്നും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ കോളേജിൽ നിന്നും ഉറപ്പായും നിങ്ങൾക്ക് TC നൽകുമെന്ന വാണിംഗ് ഒക്കെ ലഭിച്ച 4 വിദ്യാർത്ഥികളായിരുന്നു അവർ. എന്നാൽ അവർ ഒളിഞ്ഞും മറഞ്ഞും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം. അവർ രാത്രി അവരുടെ റൂമിൽ അവർ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു അമാനുഷികമായ ഈ പ്രേതാത്മാക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതിൽ അവർ 4 പേരും വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അവർക്ക് പഠിത്തത്തെക്കാൾ ഏറെ ഇൻട്രസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് എന്ന് പറയുന്നു. അവർ പലപ്പോഴായി ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓജോ ബോർഡ് കളിച്ചപ്പോഴൊന്നും അവർക്ക് ഒരു ആത്മാവിൻ്റെ സാന്നിധ്യവും ലഭിച്ചിരുന്നില്ല.
എന്നാൽ അങ്ങനെ ഇരിക്കെയാണ് സുഹൃത്തുക്കളിൽ ഐഷ പറയുന്നത്. എവിടെ നിന്നോ വായിച്ചു കേട്ട ഒരു അറിവ് വെച്ചാണ് ഐഷ അന്ന് രാത്രി അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് ഐഷ സുഹൃത്തുക്കളോടായി പറഞ്ഞു, എൻ്റെ കയ്യിൽ മറ്റൊരു കളിയുണ്ട്. ഈ കളി കളിച്ചാൽ ഉറപ്പായും നമുക്ക് ആത്മാവിനെ കാണാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് സുഹൃത്തുക്കൾ ഐഷയോട് ചോദിച്ചത്, എന്ത് കളിയാണ്? ആ സമയത്ത് ഐഷ ഉറക്കെ പറഞ്ഞു, ബ്ലഡി മേരിയെ വിളിച്ചു വരുത്താം. ബ്ലഡി മേരി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവളോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവൾ നമുക്ക് എല്ലാം തരും, എല്ലാം. എന്ന് കേട്ട ഉടനെ തന്നെ സുഹൃത്തുക്കൾ എല്ലാവരും ഐഷയോട് ചോദിച്ചു, ബ്ലഡി മേരിയോ? അതെന്താണ്? അതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ബ്ലഡി മേരി അതെന്താണ് സംഭവം? പേര് കേട്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. നീ എന്താണെന്ന് തെളിച്ചു പറയുന്ന ഐഷയോട് പറഞ്ഞു. ആ സമയത്ത് ഐഷയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഒരു ചരിത്രമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന ഒരു ക്യൂൻ മേരിയെക്കുറിച്ച്. ഈ ക്യൂൻ മേരി എങ്ങനെയാണ് ബ്ലഡി മേരി ആയത് എന്ന ഒരു കഥയെക്കുറിച്ച്. ക്യൂൻ മേരി ഒരു രാജകുടുംബത്തിൽ ജനിച്ചവളാണെങ്കിൽ ക്യൂൻ മേരി സൗന്ദര്യത്തിൽ വളരെ പുറകിലായിരുന്നു. ഒരു കുടുംബം പോലും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനാകാത്ത ഒരു സ്ത്രീ ഭർത്താവിൽ നിന്നും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അവൾക്ക് ഒരുപാട് എതിർപ്പുകളും അകറ്റലുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ക്യൂൻ മേരി. എന്നാൽ എങ്ങനെയൊക്കെയോ ക്യൂൻ മേരിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ക്യൂൻ മേരി ഗർഭം ധരിച്ചു എന്ന ഒരു ഫേക്ക് ന്യൂസ് അവിടെ എല്ലായിടവും പരന്നു. എന്നാൽ എല്ലാവരും കരുതിയിരുന്നത് ക്യൂൻ മേരി യഥാർത്ഥത്തിൽ ഗർഭിണിയാണെന്നാണ്. എന്നാൽ ക്യൂൻ മേരിക്ക് പ്രസവിക്കാനായി ഒരു സമയം അവർ നൽകിയിരുന്നു. ആ സമയത്തിന് ശേഷം ക്യൂൻ മേരി പുറത്തു വന്നപ്പോൾ ക്യൂൻ മേരിയുടെ കയ്യിൽ കുഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് അതൊരു കള്ളമായിരുന്നു എന്ന്. അതിൻ്റെ പേരിൽ ഒരുപാട് അമർശങ്ങളും വിമർശനങ്ങളും നേരിട്ട ക്യൂൻ മേരി അന്ന് 50ഓളം സൈനികരെയും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ജനങ്ങളെയും ക്യൂൻ മേരി വധിക്കുകയുണ്ടായി. അതും അതിക്രൂരമായി. തൻ്റെ കൈകൊണ്ട് തീ കൊളുത്തിയായിരുന്നു ആ ജനങ്ങളെ മുഴുവൻ അവൾ വധിച്ചിരുന്നത്. അന്നു മുതൽ ക്യൂൻ മേരിയെ എല്ലാവരും ബ്ലഡി മേരി എന്ന് വിളിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജ്ഞി കൂടിയായിരുന്നു ഈ ബ്ലഡി മേരി. എന്നാൽ ഏകദേശം 1856 ആ ടൈമിലൊക്കെ ബ്ലഡി മേരി മരണത്തിന് കീഴടങ്ങിയിരുന്നു. അതിനുശേഷം എല്ലാവരും ബ്ലഡി മേരിയെ പതുക്കെ പതുക്കെ മറക്കാനായി തുടങ്ങി. എന്നാൽ ബ്ലഡി മേരി എല്ലാവരെയും ഓർത്തുകൊണ്ടേയിരുന്നു. കാരണം ബ്ലഡി മേരി മരണപ്പെട്ടതിന് ശേഷം ബ്ലഡി മേരിയെ കുറിച്ച് ആ നാട്ടിലുള്ളവരും അതുപോലെ പുതുതായി ആ നാട്ടിലേക്ക് എത്തുന്നവരും അറിയാൻ തുടങ്ങി. എന്നാൽ അവരാരും ഈ ബ്ലഡി മേരിയെ കുറിച്ച് നല്ലതൊന്നും പറഞ്ഞിരുന്നില്ല. ബ്ലഡി മേരി ഒരു മോശം സ്ത്രീ ആയിരുന്നു എന്നും ബ്ലഡി മേരി മൃഗത്തെ പോലെയുള്ള മനസ്സായിരുന്നു എന്നുമായിരുന്നു അവരെല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ ആരെങ്കിലും ബ്ലഡി മേരിയെ എന്തെങ്കിലും മോശമായി പറയുകയാണെങ്കിൽ പിന്നീട് അവർക്ക് എന്തെങ്കിലും അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അതിദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിക്കാറായിരുന്നു പതിവ്. ഇങ്ങനെ ആ ഭാഗത്തൊക്കെ ബ്ലഡി മേരിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മരണപ്പെട്ടവരെ കഥകൾ അറിഞ്ഞതിന് ശേഷം അവർ എല്ലാവരും വിശ്വസിച്ചു ബ്ലഡി മേരി ഒരു ആത്മാവായി ഇന്നും നിലകൊള്ളുന്നു എന്ന്. അതിനുവേണ്ടി അവർ ചെയ്തിരുന്നത് ബ്ലഡി മേരിയെ എപ്പോഴെങ്കിലും വിളിച്ചു വരുത്താനായി അവർ ഉപയോഗിച്ചിരുന്നത് ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആ കണ്ണാടിയിലേക്ക് നോക്കി 3 തവണ ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരി എന്ന് പറഞ്ഞാൽ അവൾ കണ്ണാടിക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു കഥ. എന്നാൽ ബ്ലഡി മേരിയെ അത്തരത്തിലുള്ള രീതിയിൽ വിളിക്കാനായി ഒരു കാരണമുണ്ട്. ബ്ലഡി മേരിയെ ഒരുപാട് വർഷക്കാലം ഒരു റൂമിൽ പാർപ്പിച്ചിരുന്നു. ആ റൂമിൽ ബ്ലഡി മേരി താമസിച്ച സമയത്ത് ആ ബ്ലഡി മേരിക്ക് മുന്നിൽ ഒരു കണ്ണാടിയും ഒരു മെഴുകുതിരിയും മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നും രാത്രി ആ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ആ മെഴുകുതിരി കത്തിച്ച് ഈ ക്യൂൻ മേരി എന്ന് പറയുന്ന ഈ ബ്ലഡി മേരി കണ്ണാടിയിൽ നോക്കി സ്വന്തം മുഖത്തെ അവൾ ശപിക്കുമായിരുന്നു. വൃത്തിഹീനമായ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്ത ആ മുഖത്തെ അവൾ ശപിക്കുമായിരുന്നു പോലും. അവൾ അവസാനമായി മരണപ്പെടുന്ന സമയത്തും അവളുടെ മുറിയിൽ ഈ ഒരു കണ്ണാടിയും മെഴുകുതിരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് കഥകൾ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ബ്ലഡി മേരിയെ വിളിക്കുന്നതിന് വേണ്ടി കണ്ണാടിയിൽ നോക്കി 3 തവണ ബ്ലഡി മേരി ബ്ലഡി മേരി ബ്ലഡി മേരി എന്ന് വിളിക്കാനായി പറയുന്നത്. ഐഷ പറഞ്ഞു കേട്ട കഥകളിൽ എല്ലാവർക്കും വളരെ താല്പര്യം തോന്നി. എന്തൊരു ഭംഗിയുള്ള കഥ, ഇത് നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു ഈ ഒരു അറിവ് എന്നൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ഐഷ പറഞ്ഞു, അതൊക്കെയുണ്ട്, ഞാൻ അതൊക്കെ പിന്നീട് പറയാം. എന്നാൽ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ബ്ലഡി മേരിയെ വിളിച്ചു വരുത്തുക എന്നാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് റൂമിലെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ മെഴുകുതിരി കത്തിച്ച് നമ്മുടെ കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുവയ്ക്കുക.
എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് 3 തവണ ബ്ലഡി മേരിയെ വിളിക്കാം. ഉറപ്പായും ബ്ലഡി മേരി വരുമെന്ന് ഐഷ സുഹൃത്തുക്കൾക്ക് ഉറപ്പ് നൽകി. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന സോന പോയിട്ട് അവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മെഴുകുതിരി കത്തിച്ച് ആ കണ്ണാടിക്ക് മുന്നിൽ വെച്ചു. അങ്ങനെ അവർ 4 പേരും കൂടെ ബ്ലഡി മേരിയെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ആദ്യം ഐഷ 3 തവണ വിളിച്ചു, പിന്നെ സോന 3 തവണ വിളിച്ചു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും മാറി മാറി ബ്ലഡി മേരിയെ വിളിച്ചു. എന്നാൽ ബ്ലഡി മേരി മാത്രം കണ്ണാടിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ആ സമയത്ത് ഐഷയെ അവർ എല്ലാവരും കളിയാക്കി. എന്നാൽ അങ്ങനെയായിരുന്നില്ല കിടപ്പ്. ബ്ലഡി മേരിയെ അവർ വിളിച്ചതിനു ശേഷം അവരുടെ റൂമിന്റെ അന്തരീക്ഷം തികച്ചും മാറാനായി തുടങ്ങി. ഊട്ടിയിലെ കാലാവസ്ഥ അനുസരിച്ച് അവരുടെ റൂം തണുത്ത നിലയിലായിരുന്നു. പെട്ടെന്ന് ആ റൂമിൽ എന്തോ ഒരു തരം ഉഷ്ണം അവർക്ക് അനുഭവിച്ചു കൊണ്ടിരുന്നു. പിന്നെ അവരുടെ പുറകിലുണ്ടായിരുന്ന ചില വസ്തുക്കളും പുസ്തകങ്ങളും താഴേക്ക് വീഴാനും അതിനകത്തേക്ക് ഒരു കാറ്റ് ആഞ്ഞടിക്കുന്ന പോലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായതോടുകൂടി അവരെല്ലാവരും പേടിച്ച് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് അതുപോലെ മെഴുകുതിരിയും ഒക്കെ ഓഫ് ചെയ്തിട്ട് ആ കണ്ണാടിയിൽ എന്തോ ഒരു തരം തുണി ഇട്ട് മൂടിയിട്ട് അവർ അന്ന് രാത്രി ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ഉറങ്ങിയത്. എന്നാൽ ആ രാത്രി മുതലാണ് അവരുടെ ജീവിതം മാറി മറിയുന്നത്. അടുത്ത ദിവസം മുതൽ ഈ ബ്ലഡി മേരി കളിക്കാനായി കൂട്ടുനിന്നിരുന്ന ഈ സുഹൃത്തുക്കൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് തങ്ങളെ ആരോ പിന്തുടരുന്നത് പോലെ അവർക്ക് തോന്നി. അവർ എപ്പോഴെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അണിഞ്ഞൊരുങ്ങുന്ന സമയത്ത് ആ കണ്ണാടിയിൽ ഒരു വിചിത്ര മുഖമുള്ള ഒരു സ്ത്രീയെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് പോലെ തോന്നി. എന്നാൽ അതൊന്നും ആയിരുന്നില്ല വിചിത്രമായ സംഭവം. കൂട്ടത്തിലെ സോനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തരത്തിലുള്ള പ്രത്യേക ശബ്ദത്തിൽ അവൾ സംസാരിക്കുന്നത് പോലെ തോന്നി. അവൾ ഒരു രാജ്ഞിയെ പോലെ ആജ്ഞാപിക്കുന്നത് പോലെ അവർക്ക് തോന്നി. ഈ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം തോന്നി. അവരെല്ലാവരും വളരെയധികം പേടിച്ചിരുന്നു. എന്നാൽ ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടാവാം എന്ന ഐഷയുടെ ചിന്ത പിന്നീട് അവരെ കൊണ്ടെത്തിച്ചത് ഒരു വല്ലാത്ത ചതിയിലേക്കായിരുന്നു. അന്ന് രാത്രി അവർ വീണ്ടും ഒരിക്കൽ കൂടി ബ്ലഡി മേരിയെ വിളിക്കാനായി തുടങ്ങി. അങ്ങനെ അവർ 4 പേരും ബ്ലഡി മേരിയെ വിളിക്കുന്ന സമയത്ത് അന്ന് ആ കണ്ണാടിക്ക് മുന്നിൽ ബ്ലഡി മേരി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരു പൈശാചിക രൂപമുള്ള, കണ്ടാൽ ആരും പേടിക്കുന്ന, അറയ്ക്കുന്ന മുഖമുള്ള ഒരു സ്ത്രീ കണ്ണാടിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതുകൂടി കണ്ടതോടെ അന്ന് അവരെല്ലാവരും അവിടെ നിന്നും നിലവിളിച്ചു ഓടിയിരുന്നു. എന്നാൽ അടുത്ത ദിവസം മുതൽ കൂട്ടത്തിലെ ഒരു സുഹൃത്ത് വീണ്ടും ഈ ബ്ലഡി മേരിയെ പോലെ അനുകരിക്കാനായി തുടങ്ങി. ഒരു പഴയകാലത്തെ രാജ്ഞികളൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അവൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവർക്കാർക്കും മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കാര്യം ഉടനെ തന്നെ തൊട്ടടുത്ത റൂമുകളിലുള്ള സുഹൃത്തുക്കൾ അറിഞ്ഞു. അത് പിന്നെ കോളേജ് ക്യാമ്പസുകളിലാണ്. രക്ഷിതാക്കളെ വിളിച്ചതിന് ശേഷം അവരെ 4 പേരെയും രക്ഷിതാക്കൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീടാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ബ്ലഡി മേരിയുടെ സാന്നിധ്യം ഓരോരുത്തരായി അനുഭവിക്കാൻ തുടങ്ങിയത്. എപ്പോഴും അവർ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് അവർക്ക് കണ്ണാടിയിൽ ബ്ലഡി മേരിയെ കാണാമായിരുന്നു. അതുപോലെ തനിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ എവിടെയെങ്കിലും പോകുന്ന സമയത്തും അവരുടെ പുറകിൽ ഒരു സ്ത്രീ അവരെ ഫോളോ ചെയ്തു പോരുന്നത് പോലെ തോന്നും. ഉറക്കമില്ലാത്ത അവസ്ഥ, വല്ലാത്ത രീതിയിലുള്ള മുടി കൊഴിയുന്ന അവസ്ഥ, രാത്രി ഉറക്കത്തിൽ എപ്പോഴും ദുസ്വപ്നങ്ങൾ പതിവായി. സ്വപ്നത്തിൽ ഒരിക്കൽ പോലും ബ്ലഡി മേരിയെ കാണാത്ത ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നീട് അവർക്ക് ഒരിക്കലും ഊട്ടിയിലെ ആ കോളേജിലേക്കും ആ കോൺവെന്റിലേക്കും തിരികെ വരാൻ സാധിച്ചിരുന്നില്ല. അവരുടെ ജീവിതം മാറുന്നത് പോലെ തന്നെ അവരുടെ മനസ്സിന്റെ ആരോഗ്യവും നശിച്ചുകൊണ്ടിരുന്നു. എന്തിനെയോ പേടിച്ച് അവർ ജീവിക്കുന്നത് പോലെ തോന്നി. എന്നാൽ വീട്ടുകാരെല്ലാവരും ഇടപെട്ട് അവരുടെ ഒരുപാട് കൗൺസിലിങ്ങും അതുപോലെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റുകളും എടുത്തതിന് ശേഷം ചില മതവിശ്വാസ പ്രകാരമുള്ള പൂജകളും ചടങ്ങുകളും കഴിപ്പിച്ചതിന് ശേഷം അവർ 4 പേരും ഇന്ന് ഒരു കുടുംബജീവിതം നയിക്കുന്നു എന്നായിരുന്നു ഐഷ പറഞ്ഞത്. എന്നാൽ ഐഷ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മൾ തമാശക്കാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കളികളൊന്നും കളിക്കരുത്. ഒരുപക്ഷെ ഇതിലൊന്നും സത്യമില്ലായിരിക്കാം. എന്നാൽ ഉൾബോധ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള കളികൾ പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സമനില തന്നെ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് ഐഷ എന്നോട് പറഞ്ഞു. ആ സമയത്ത് എനിക്കും അത് തന്നെയാണ് തോന്നിയത്. എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഓജോ ബോർഡ് കളിക്കാം, അതുപോലെ ബ്ലഡി മേരി കളിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കളികൾ കളിക്കാം എന്ന് പറയാറുണ്ട്. എപ്പോഴെങ്കിലും കളിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള കളികൾ കളിക്കാമെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കളികളൊക്കെ കളിക്കാം, അതിന് ഒരു മനസ്സിൻ്റെ ധൈര്യം കൂടെ വേണം. മനസ്സ്
ചാഞ്ചല്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കളികളൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിന് 2 വട്ടം ചിന്തിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഊട്ടിയിൽ നിന്നുള്ള ഈ ഒരു അനുഭവ കഥ അതിനുള്ള ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇത്തരത്തിലുള്ള കഥകൾ ഇനിയും എനിക്ക് ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.